Hello everyone, welcome to Nejida's kitchen. So today we are going to make tomato soup. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, അതിൽ കുറച്ച് മല്ലി ഇടുക, ഒരു ടേബിൾ സ്പൂൺ മല്ലി, അതൊന്ന് വറുക്കുക, നല്ലോണം ബ്രൗൺ ആവണ്ട. എന്നിട്ട് അതിൽ കുറച്ചൊരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇടുക, അതും ഒന്ന് വറുക്കുക. എന്നിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോൾ അതിൽ 2-3 പീസ് പട്ട ചേർത്ത് നല്ലോണം ഇളക്കുക. എല്ലാം ഒന്നിച്ചിട്ടാലും മതി ഇവിടെ. എന്നിട്ട് അതിൽ ഒരു മീഡിയം സൈസ് ഓണിയൻ എടുത്തിട്ട് അതൊന്ന് മുറിച്ചിട്ട് അതും ഒന്ന് മുറിച്ചിടുക. അത് നല്ലോണം ഒന്ന് വാടി കഴിയുമ്പോൾ അതിൽ ഒരു ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതും കൂടെ ഇട്ടിട്ട് ഒരു 4-5 തക്കാളി, ഒരു നല്ലൊരു റെഡ് കളറായ തക്കാളിയാണെങ്കിൽ നല്ല ഉണ്ടാവും, കുറച്ച് പഴുത്തതായിരിക്കണം. നല്ല റെഡ് കളർ തക്കാളി ആകുമ്പോൾ അതിൽ നല്ല കളറ് കിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം വാടുകയൊന്നും വേണ്ട, ഒന്ന് ഇളക്കി ഒന്ന് ഇതാകുമ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വീറ്റ് ഉണ്ടാവും, അപ്പോൾ ടൊമാറ്റോ സൂപ്പിന് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൽ നല്ല കാശ്മീരി ചില്ലി പൗഡർ, അപ്പോൾ ടൊമാറ്റോ സൂപ്പിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് കുറച്ച് വാടി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് അതിൽ 1.5 ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് ജാസ്തി വേണമെങ്കിൽ അതിന് അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ മതി. തിളയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മൂടി വയ്ക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സൂപ്പിലിട്ട് കഴിക്കാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം. 3-4 ബ്രെഡ് എടുത്തിട്ട് അത് നല്ല ചെറിയ പീസാക്കാം. എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് ബ്രെഡ് ക്യൂബ്സ് എല്ലാം ഇങ്ങനെ ഇട്ട് ഓരോ സൈഡ് ഇട്ട് കൊടുത്ത് നല്ല ചെറിയ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റാക്കി എടുക്കുക. സൂപ്പിൻ്റെ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല തിളച്ച് വരുന്ന. അത് തക്കാളിയെല്ലാം ഒന്ന് നന്നായി വെന്ത് കിട്ടണം. നമുക്ക് ബ്രെഡ് ഇത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ബ്രെഡ് സൂപ്പിലിട്ടിട്ട് കഴിക്കുമ്പോൾ. നല്ല റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ആക്കിയാൽ മതി. ഹൈ ഫ്ലെയിം ആകുമ്പോൾ കുറച്ച് കരിഞ്ഞ് പോകും. ഇവിടെ 2-3 കരിഞ്ഞ് പോയിട്ടുണ്ട്. ടൊമാറ്റോ സൂപ്പിൻ്റെ ഇത് തിളച്ച് വരുന്നുണ്ട്. തക്കാളിയെല്ലാം നല്ല വെന്ത് കിട്ടി. ഇനി അത് സൈഡിലെടുത്ത് വയ്ക്കാം. ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാറിയതിന് ശേഷം അതിൻ്റെ എല്ലാം എടുത്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. വലിയ ജാറ് ആയാലും കൊള്ളാം. പിന്നെ അതിൽ നിന്ന് വെള്ളം ജാസ്തി ഉണ്ട്, അരിക്കുമ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുറച്ച് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കാം. അതിൽ പിന്നെ അരിച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം അതിൽ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അരക്കുമ്പോൾ പിന്നെ ജാറിന്ന് പുറത്ത് വരും, അതുകൊണ്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നു. നല്ലോണം പേസ്റ്റായിട്ട് ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, ഈ മിക്സിൻ്റെ കപ്പിൽ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് അത് ഞങ്ങളിപ്പോൾ സോസ് ഇത് ഉണ്ടാക്കിയത് ആ പാനിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, ഫിൽട്ടറാക്കി എടുത്താൽ മതി. പിന്നെ ഞങ്ങൾ ഇതിൽ കളേഴ്സൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ അതിൽ റെഡ് കളറായിരിക്കും സൂപ്പ്, അതിൽ അവർ റെഡ് കളർ ചേർക്കും. ഞങ്ങൾ
ഞങ്ങൾ വീട്ടിലായതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുരുമുളക് ഒരിത്തിരി ഒരു എരിവിനനുസരിച്ച് കുരുമുളക് പൊടിച്ചിട്ട് പിന്നെ അതിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂണ് കോൺഫ്ലവർ, ഒരു 3 സ്പൂൺ മതിയാവും, വെള്ളത്തിൽ നല്ലോണം മിക്സാക്കിയിട്ട് നല്ല ഇത് ബോയിലായിട്ട് വരണം. ബോയിലാവുമ്പോഴേ ചേർക്കാൻ പാടുള്ളൂ. അതിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. നല്ല ഷുഗർ ഇട്ട് കൊടുക്കുക. അത് നല്ല കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര എരിവാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല തിളക്കുന്നുണ്ട്. അതിൽ കോൺഫ്ലവർ മിക്സാക്കിയത് അത് ഇളക്കി കൊടുക്കുക. പിന്നെ സ്റ്റീൽ സ്പൂണ് നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മൾ മരത്തിൻ്റെ ഇതന്നെ യൂസ് ചെയ്യണം. കോൺഫ്ലവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് തിക്നെസ് കിട്ടണമെങ്കിൽ വുഡൻ സ്പൂൺ തന്നെ യൂസ് ചെയ്യണം. നമ്മൾ സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ തിക്നെസ് കിട്ടില്ല. സ്റ്റീൽ സ്പൂൺ അവോയ്ഡ് ചെയ്യുക, വുഡൻ സ്പൂൺ തന്നെ യൂസ് ചെയ്യുക. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ സൂപ്പ് റെഡിയായി. ഇനി ഞങ്ങൾക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ ടൊമാറ്റോ സൂപ്പ് റെഡിയായി. ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ്